അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും ചേട്ടന്റെ വ്യക്തിപരമായ ജീവിതത്തിലോട്ട് ഒന്നും ഞാൻ ഇറങ്ങിപ്പോണില്ല. കാരണം നമ്മൾ ചോദിച്ചല്ലോ, രഹന ചേച്ചിയുണ്ട് വീട്ടില്, പിന്നെ 3 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ലാസ്റ്റ് മോന് 5 മാസം. 5 മാസം. ശരി. റിതുവാൻ എന്നാണ് പേര്. മറ്റേ റിളുവാൻ എന്നാണ് അത് മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ റിതുവാൻ. രണ്ടുപേരുടെയോ? അതെ, മൂത്ത ആള് നെഹറിൻ മോള്, ബാക്കി 2 റിഹാനും റിതുവാനും നെഹറിനും. അപ്പൊ അങ്ങനെ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ആലുവയില് പുഴയോരത്താണോ? പുഴയോരഴകുള്ള പെണ്ണുമായിട്ട് കുറച്ച് നടന്ന പുഴയോരാണ്. ഫുൾ സൈഡിൽ വീട് വെക്കുക. ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടുന്നാണ് നിങ്ങൾ? പെരുമ്പാവൂർ പ്രൈവറ്റ് റോഡിൽ നിന്നാണ് ചൂണ്ടി. എനിക്കറിയാം. ആലുവ ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ ഒരു വാട്ടർ അങ്ങനെയാണല്ലോ എല്ലാവരുടെയും ഡ്രീം. അങ്ങനെയൊക്കെ ചേട്ടനുണ്ടോ? അങ്ങനെയാണോ പണിതേക്കുന്നത്? എനിക്ക് ഡ്രീം ഉണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുണ്ട് ഹോട്ടൽസിലൊക്കെ നമ്മളിങ്ങനെ ഇവിടെ എറണാകുളത്തൊക്കെ പോകുന്ന സമയത്ത് കായലോരത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച സമയത്ത് കൊതുക് വന്നു. ഒരു 6-7 മണി സമയത്താണ് പോയത്. അപ്പൊ ചെറിയൊരു സ്മെല്ലും ഉണ്ട്. കാണാൻ നല്ല രസമാണ് കായലൊക്കെ. അപ്പൊ ഈ വാട്ടർ ഫ്രണ്ടേജ് അതുപോലുള്ള വീടുകളിൽ ഞാൻ പോയപ്പോ ഒക്കെ അനുഭവിച്ച 2 കാര്യം ഇതാണ്. ചെറിയ മണം, അതിന്റെ കൂടെ കൊതുകും. ഡോറടയ്ക്കണം. പിന്നെ അപ്പൊ നമ്മളിത് കാണുന്ന പറഞ്ഞാൽ നമുക്കൊരു രാവിലെ 10 മണിക്കൊക്കെ വെറുതെ കാണാം. പിന്നെ 5:30 ആകുമ്പോൾ ഡോറടയ്ക്കണം. ആ ഭംഗിയൊക്കെ നഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെ ചില സ്ഥലങ്ങൾ മാത്രമാണ്. ഞാൻ 8 വർഷമായി പോയിട്ട് ജനിച്ചു വളർന്ന്, അതായത് ജനിച്ചു വളർന്ന് വടക്കാഞ്ചേരിയിലാണ്. ഞാൻ കലാഭവനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വന്ന് പിന്നെ വിവാഹത്തിന് ശേഷമാണ് ആലുവയിൽ വെക്കുന്നത്. എൻ്റെ റിലേറ്റീവ്സ് എല്ലാം ആലുവ, എറണാകുളം ഭാഗത്തുണ്ട്. ഉമ്മയുടെ വീട് എറണാകുളത്താണ്. കലാഭവൻ നവാസുക്കയുടെ ചേട്ടനാണ്. ഞാനാണ് കലാഭവൻ നവാസ്. നവാസുക്കയുടെ ചേട്ടനാണ് കലാഭവൻ നിയാസ്. നിയാസൊക്കെയായിട്ട് എനിക്ക് നല്ല പരിചയമാണ്. എനിക്ക് എപ്പോൾ കണ്ടാലും പുഞ്ചിരി തോന്നുന്ന ഒരു മുഖവും അത്ര പാവം പിടിച്ചൊരു മനുഷ്യൻ. ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെ നിങ്ങൾ ആ കുടുംബത്തിൽ ഇല്ല കേട്ടാ നവാസുക അല്ല, അങ്ങനെ കുടുംബത്തിൽ വന്ന അഹങ്കാരിയായിട്ടുള്ള ഞാൻ അല്ല, ഒരിക്കലും അല്ല. നിയാസുക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാണ്ട് എനിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും അല്ല. പിന്നെ നിസാമുണ്ട് അനിയൻ. പുള്ളി ഇപ്പോ എഡിറ്ററാണ്. നിയാസ് താമസിക്കുന്നത് എൻ്റെ അടുത്ത് തന്നെയാണ്. നിസാമും പിന്നെ ഉമ്മയും എല്ലാവരും ഇപ്പൊ ഇവിടെ തന്നെയാണ്.